മുസ്ലിമായിട്ട് നടന്നിട്ട് കാര്യമില്ല, തല തട്ടിട്ട് കാര്യമില്ല. താൻ ശരിക്കും ഒന്ന് ഹിന്ദുവിനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് താൻ വ്യഭിചരിക്കുകയെന്ന് എന്നോട് പറഞ്ഞ. അത് ഇസ്ലാമിലെ ഖുറാനിലെ നിയമമാണ്. അപ്പൊ ആ ഒരു വാക്ക് കേട്ടോടുകൂടി തട്ടാണ്ട് ഒഴിവാക്കി. ആയത്ത് എനിക്ക് ഓർമ്മയില്ല. സംഭവം ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള തന്നെയാണ്. പക്ഷെ ബാക്കി പറഞ്ഞോളൂ. ഓർമ്മയിലും ഇല്ല. അതുപോലെ തന്നെ ഒരുപാടായിട്ട് നീ നരകത്തിലേക്ക് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സമൂഹത്തിൽ നിന്നും. പിന്നെ എല്ലാം സാറിന്റെ കോള് കൊറേ കേൾക്കും. ഹസ്ബൻഡാണ് കേൾപ്പിച്ചു തന്നത്. എപ്പോഴും ഞാനിങ്ങനെ പറയും, ഇങ്ങനെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നീ ഇങ്ങനെ നരകവാസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എന്നൊക്കെ പറയുമ്പോ ആദ്യം സാറിന്റെ വീഡിയോസാണ് ഇപ്പൊ എന്നും രാത്രി ഇപ്പൊ തന്നെ കേട്ടോണ്ടിരിക്കുന്നത് സാറിന്റെ. അപ്പൊ എന്തായാലും ഒന്ന് വിളിക്കാൻ തോന്നി. ഖുർആൻ 24:3. The adulterer marries not but an adulteress or a mushrika, and the adulteress none marries her except an adulterer or a mushrik. അതായത് ഒരു അഡൾട്ടറിനെയോ അല്ലെങ്കിൽ ഒരു മുഷ്രിക്കിനെയോ, അതായത് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ ബഹുദൈവ ആരാധന കല്യാണം കഴിക്കുന്ന ആള് അത് ഒരു വ്യഭിചാരിണിയാണ് അല്ലെങ്കിൽ വ്യഭിചാരിയാണ്. അത് രണ്ടുപേർക്കുണ്ട് കേട്ടോ. ഇതാണ് ഇസ്ലാമിലെ പറയുന്നത്. എന്നൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഇപ്പൊ കുഴപ്പമില്ല. ഈ ഒരു വാക്കുകൾ ഒഴിച്ച് വേറെ വാക്കുകൾ അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്റെ ഫാമിലി പറഞ്ഞ വാക്ക് ഇപ്പോഴും നിങ്ങളോട് ഉപയോഗിക്കും? എപ്പോഴും ഉണ്ട്. അത് ശരി. വ്യഭിചാരമാണെന്നുള്ള ആ വാക്ക്. അതെ. അത് മാത്രല്ല, ഇപ്പൊ അടുത്ത് വരെ എന്റെ ഉമ്മ നമ്മുടെ ഈ ബീഫ് ഉണ്ടല്ലോ, നമ്മള് പള്ളിന്ന് ഉളഹർത്ത, അത് നമ്മൾ കഴിക്കാൻ പാടില്ല. ഞാൻ അന്യമതത്തിൽപ്പെട്ട് പോയേക്കാണ്, അതുകൊണ്ട് നീ കഴിക്കരുത് പള്ളിയിൽ നിന്ന്. അങ്ങനെ പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടുണ്ടല്ലോ. വലിയ പെരുന്നാളിന് ഇറക്കണ ഇറച്ചി മുസ്ലിങ്ങൾക്കല്ലേ ദാനം ചെയ്യാൻ പാടുള്ളൂ. ജക്കാത്തിന്റെ അവകാശം അത് ഹിന്ദുവിന് കൊടുക്കാൻ പറ്റുമോ? ജക്കാത്തിന്റെ അവകാശം ജക്കാത്ത് മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ അറുത്താൽ അത് മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല, അത് മുസ്ലിമിനാണ്. ഫിത്ർ സക്കാത്ത് അത് മുസ്ലിമിനാണ്. സദക്ക അത് നിങ്ങൾക്ക് ആ മുസ്ലിമിന് കൊടുക്കാം, പക്ഷെ മുസ്ലിം അവിടെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ മുസ്ലിമിന്റെ പ്രശ്നം തീർത്തിട്ടേ ആ മുസ്ലിമിന്റെ പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.